പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമാധികാരണി ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണി ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണി ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവികാരണി ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എത്ര അനുഗ്രഹീതരാണ് ഞങ്ങൾ, എത്ര ഭാഗ്യവാന്മാരാണ് ഞങ്ങൾ. അങ്ങ് ഞങ്ങളുടെ മധ്യയെ കടന്നു വരുവാൻ, അവിടുത്തെ സ്നേഹത്താൽ, അവിടുത്തെ സാന്നിധ്യത്താൽ നിറയ്ക്കുവാൻ ലഭിച്ച വലിയ ഈ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും കർത്താവെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട്, ഞങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും, വേദനയുടെ അവസ്ഥയിലും, സങ്കടത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ആണെങ്കിലും, രോഗത്തിലും അനാരോഗ്യത്തിലുമാണെങ്കിലും ആരോഗ്യത്തിലുമാണെങ്കിലും കർത്താവെ, എല്ലാ അവസ്ഥകളിലും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ജോബിനെ പോലെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഏതവസ്ഥയിലും കർത്താവെ, അവിടുത്തെ പരിപാലനയുടെ തണലിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, ഈ വലിയ തിരിച്ചറിവിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നമ്മൾ ഇപ്രകാരം സങ്കീർത്തനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായ്ച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്കു നിലനിൽക്കുവാനാകും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഭയഭക്തിയോടെ നിൽക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. നമ്മുടെ പാപങ്ങളൊന്നും കണക്കിലെടുക്കാത്ത ഈശോയുടെ ആ സ്നേഹത്തെയാണ് നമ്മൾ ഈ നിമിഷം അനുഭവിച്ചറിയുന്നത്. നമ്മുടെ വീഴ്ചകളെ ഒന്നും നോക്കാതെ, നമ്മുടെ ബലഹീനതകളിൽ ഒന്നും നോക്കാതെ, നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന സാധ്യതകളെ കാണുന്ന കർത്താവാണ് നമ്മുടെ കൂടെയുള്ളവൻ. നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകളെ കാണുന്ന കർത്താവാണ് നമ്മുടെ കൂടെയുള്ളവൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കുവാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ ആ വലിയ സ്നേഹമാണ് നമ്മൾ ഈ നിമിഷം അനുഭവിക്കുന്നത്. എല്ലാ അതിരുകളും എല്ലാ വ്യവസ്ഥകളും മറികടക്കുന്ന ഈശോയുടെ ദൈവത്തിൻ്റെ ആ കാരുണ്യത്തിൻ്റെ നിമിഷങ്ങളിലാണ് നമ്മളിപ്പോഴായിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ മനുഷ്യൻ്റെ കണ്ണിൽ നമ്മൾ കണ്ടു നിൽക്കുന്ന എല്ലാ അതിരുകളും എല്ലാ കണക്കുകളും മറികടന്ന്, പ്രതീക്ഷകളെല്ലാം മറികടക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് കടന്നു വരാം. മിക്കാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, തൻ്റെ അവകാശത്തിൻ്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങേപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വെച്ച് പുലർത്തുന്നില്ല. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയുന്നു. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ തിന്മ പ്രവൃത്തികളെ, പാപങ്ങളെ തൂത്തെറിയുന്ന കർത്താവാണ്. നമുക്ക് ആ കാരുണ്യത്തിലോട്ട് കടന്നു വരാം. ഈ നിമിഷം നമ്മളിലുള്ള കെട്ടുകളെയും ബന്ധനങ്ങളെയും പാപാവസ്ഥകളെയും നിരാശകളെയും സങ്കടങ്ങളെയും വിശ്വാസത്തോടെ കാരുണ്യവാനായ ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ മധ്യാഹ്നത്തിൽ, ഈ 3 മണി നേരത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് വില കൊടുത്ത ഈശോയുടെ ജീവിതത്തെയാണ്. നമ്മളെ വീണ്ടും രക്ഷിക്കുവാനായിട്ട്
നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് വില കൊടുത്തത് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടാണ്. പീഡകൾ ഏറ്റെടുത്തുകൊണ്ടും സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും വേദനകളിലൂടെ കടന്നുപോയിക്കൊണ്ടും അവസാന തുള്ളി രക്തം ചിന്തിക്കൊണ്ടുമാണ് ഈശോ നമ്മളെ ഓരോരുത്തരും വീണ്ടെടുത്തത്. വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, കർത്താവ് കുരിശിന്മേൽ തറഞ്ഞു കിടന്ന നിമിഷത്തിൽ പോലും തന്നെ ഉപദ്രവിച്ചവരോട്, തന്നെ വേദനിപ്പിച്ചവരോടും ക്ഷമിക്കുവാൻ കഴിഞ്ഞ ആ മനസ്സിനെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. തന്നെ ഉപദ്രവിച്ചവരോട്, കുരിശിൻ്റെ വഴികളിലൂടെ കടന്നു പോയപ്പോൾ തന്നെ ചാട്ടമാറുകൊണ്ട് അടിച്ചവരോട്, തൻ്റെ മുഖത്ത് തുപ്പിയവരോട്, കുരിശ് വഹിക്കുവാനായിട്ട് കഴിയാതെ പോയപ്പോഴും കുരിശ് വഹിക്കുവാനായിട്ട് നിർബന്ധിച്ചവരോടുമാണ് കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. കർത്താവിൻ്റെ ഈ കാരുണ്യം അനുഭവപ്പെടുവാൻ സ്നേഹമുള്ളവരെ, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം നമ്മുടെ ഉള്ളിലോട്ട് നോക്കി നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആ കാരുണ്യത്തെ കൂടുതൽ അറിയുവാനും കാരുണ്യവാനായ ഈശോയെ എൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും നമുക്ക് ഈ നിമിഷം ആയിരിക്കാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി കുരിശിൽ തൻ്റെ ജീവൻ പോലും അർപ്പിക്കുവാൻ തക്കവണ്ണം ചെയ്ത വലിയ ത്യാഗം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്ന ഒരു സത്യമാണ്. എനിക്ക് വേണ്ടി കർത്താവിന് മരിക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നവനാണ് കർത്താവ്. എൻ്റെ കുറവുകളെല്ലാം അംഗീകരിക്കുന്ന കർത്താവാണ് എൻ്റെ കൂടെയുള്ളത്. മനുഷ്യപ്രീതിക്ക് വേണ്ടിയല്ല, മനുഷ്യരെ സന്തോഷിപ്പിക്കുവാനായിട്ടുള്ള തിരക്കിൽ നമ്മൾ മറന്നു പോകുന്നത് നമ്മളെ ഏതവസ്ഥയിലും സ്നേഹിക്കുന്ന ഒരു സ്നേഹം നമ്മുടെ മുമ്പിലുണ്ടെന്നാണ്. മനുഷ്യരെ സന്തോഷിപ്പിക്കുവാനും അവരുടെ പ്രീതിക്ക് വേണ്ടിയും നമ്മുടെ സ്ഥാനമാനത്തിന് വേണ്ടിയും നമ്മുടെ ശക്തിക്ക് വേണ്ടിയും പേരിനും പ്രസിദ്ധിക്ക് വേണ്ടിയും നമ്മൾ തിരക്കിലായിരിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത് നമ്മളോട് എപ്പോഴും കരുണ കാണിക്കുന്ന, തന്നെ സമർപ്പിക്കുന്ന ആ വലിയ സ്നേഹം നമുക്കായി തുടിക്കുന്നുണ്ടെന്നാണ്. ആ തുടിക്കുന്ന സ്നേഹമാണ് ദിവ്യകാരുണ്യനാഥൻ. നമുക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയമാണ് ദിവ്യകാരുണ്യനാഥൻ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന ആ രക്തം കൊണ്ടും ആ ജലം കൊണ്ടും അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന നിമിഷമാണ്. നമുക്കെല്ലാവർക്കും ഈ നിമിഷം ആ വലിയ സ്നേഹത്താൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആ വലിയ സ്നേഹത്താൽ, കവിഞ്ഞൊഴുകുന്ന സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ കടന്നു വന്നുകൊണ്ട് നിരാശകളെല്ലാം മാറി എല്ലാം അവസാനിച്ചു എന്ന് കരുതിടുന്നിടത്ത് ഒരു പുതിയൊരു തുടക്കം കുറിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുന്ന നിമിഷമാണ്. എല്ലാം തീർന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് പുതിയൊരു തുടക്കം കുറിക്കുന്ന ആ വലിയ സ്നേഹത്തെ നമുക്ക് അനുഭവിച്ചറിയാം. പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിൽ ആ പാപിനിയായ സ്ത്രീ കരുതിയത് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷമാണ്, ഞാനിത് അവസാനിക്കുവാൻ പോവുകയാണ്, എന്നെ ശിക്ഷയിൽ നടപ്പിലാക്കുവാൻ പോകുന്ന നിമിഷമാണ്. അവിടെ കർത്താവ് പറയുകയാണ്, നീ പോവുക, നീ സന്തോഷത്തോടെ പോവുക, നിന്നെ ആരും വിധിക്കുന്നില്ല. അതേ കർത്താവ് നമ്മളോട് ഓരോരുത്തരും പറയുന്നത്, നമ്മളെ ആരും വിധിക്കുന്നില്ല, നീ സന്തോഷത്തോടെ പോയി പുതിയൊരു ജീവിതത്തിൽ കടന്നു ചെല്ലുക. നമുക്ക് ആ നിമിഷം യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ കരുണയുടെ അനുഭവത്തിലോട്ട് കടന്നു വരുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ കണ്ടുമുട്ടിയവരാരും വെറും കൈയോടെ പോയിട്ടില്ല. ഈശോയെ കണ്ടുമുട്ടിയവരാരും ദുഃഖത്തോടെയോ നിരാശയോടെയോ ഒരിക്കലും കടന്നു പോയിട്ടില്ല. അവിടുത്തെ കണ്ടവരും അവിടുത്തെ ശ്രമിച്ചവരും അവിടുത്തെ അനുഭവിച്ചവരെല്ലാവരും അവിടുത്തെ കാരുണ്യം സ്വീകരിച്ചുകൊണ്ടാണ് കടന്നുപോയതുകൊണ്ട്. അതുകൊണ്ടാണ്
ഫ്രാൻസിസ് മാർപ്പാപ്പ കുമ്പസാരക്കൂട്ടിലെ ആ കാരുണ്യത്തെ പറ്റി നമ്മളോട് പറയുന്നത്. കുമ്പസാരക്കൂട്ടിൽ കടന്നു വരുന്ന ഒരുവനും ദുഃഖത്തോടെ മടങ്ങിപ്പോകുവാനായിട്ട് ഇടവരികയില്ല. ദൈവത്തിൻ്റെ അഗാധമായിട്ടുള്ള കരുണയെ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ ഈശോയുടെ ആ കരുണയെ നമ്മുടെ നെഞ്ചിലേറ്റിക്കൊണ്ട് ആ കരുണയുടെ നിറവിലായിരിക്കുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ നാഥൻ്റെ കാരുണ്യത്തെ അറിഞ്ഞ നമ്മൾ ഈശോയെ കണ്ടുമുട്ടുന്ന ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമായി മാറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വലിയ പുതിയൊരു ജീവിതത്തിലോട്ട് കടക്കുവാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി പഴയതെല്ലാം മാറി പുതിയൊരു ജീവിതത്തിൽ കടക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ യുദ്ധം നടക്കുന്ന ആ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സമാധാനം പുനഃസ്ഥാപിക്കുവാനായിട്ട് ഈ നിമിഷം ദിവ്യകാരുണ്യ നാഥനോട് പ്രാർത്ഥിക്കാം. അഹമ്മദാബാദിൽ ജീവൻ നഷ്ടപ്പെട്ട ഒത്തിരി പേരെ അവരുടെ ആത്മശാന്തിക്കായിട്ട് ഒരുപാട് ജീവിതം നഷ്ടപ്പെട്ടു പോയ ആ കുടുംബങ്ങളുടെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇത് ഉൾക്കൊള്ളുവാനും ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവപ്പെടുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളെയും ദിവ്യകാരുണ്യനാഥന് സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.